അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് ഇന്ന് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെക്കുന്നതിനേക്കാളൊക്കെ ഒരു മൺചട്ടി എടുത്തിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ. ഞങ്ങളിവിടെ തന്നെ ആട്ടിയെടുത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഒരു 3 ടേബിൾ സ്പൂണ് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണ ചട്ടിയിലേക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മളങ്ങനെ വയ്ക്കുകയാണെങ്കിൽ, ഈ ഗ്യാസ് അടുപ്പിലാണ് നമ്മൾ വയ്ക്കണത്. അപ്പോൾ ഒരുപാട് തീ കൂടിക്കഴിഞ്ഞാൽ ചട്ടിക്ക് ദോഷമാണത്. അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിടണം, ചട്ടി ഒന്ന് ചൂടാവുന്ന വരെ. ഈ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് കേട്ടോ, 1 വർഷം മുൻപേ ഞാൻ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണിത്. അപ്പോൾ അത് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് അലുത്ത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ കണ്ണിമാങ്ങയാണ്. അപ്പോൾ ഈ കണ്ണിമാങ്ങയൊക്കെ നല്ല അലുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്കിത് കീറി മുറിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് മുഴുവനോടെ തന്നെ അച്ചാറിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉലുവയാണ് എടുക്കുന്നത്. കുറച്ച് ഉലുവ എടുത്തിട്ട് ആ എണ്ണ തിളച്ച് വന്ന എണ്ണയിലോട്ടേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് എത്ര കണ്ണിമാങ്ങ എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഉലുവ എടുക്കുക. ഞാൻ ചെറിയ ഐസ്ക്രീം സ്പൂണിന് 2 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉലുവയൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് നല്ല സ്പ്രെഡായിട്ട് ഇങ്ങനെ വരണം. ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടണം കേട്ടോ, മൊത്തത്തിൽ പൊട്ടണം. കടുക് പൊട്ടുന്ന പോലെ ഉലുവ നന്നായിട്ട് പൊട്ടി വരണം, നല്ല മൂത്ത് നന്നായിട്ട് പൊട്ടണം. എങ്കിലേ അച്ചാറിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകും നന്നായിട്ടൊന്ന് പൊട്ടി, ഈ കടുകും ഉലുവയും ഈ വെളിച്ചെണ്ണയും എല്ലാം കൂടെയുള്ള ആ ഒരു മണമുണ്ടല്ലോ, നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. അച്ചാറിൻ്റെ ആ ഒരു മണമൊക്കെ നമുക്കിങ്ങനെ വരും. അപ്പം ഈ അച്ചാർ കൂട്ടാൻ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് കണ്ണിമാങ്ങ അച്ചാർ കൂട്ടാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിനി വേറൊരു വീഡിയോ ഇടാൻ പോകുന്നത് എൻ്റെ മകൻ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്, എല്ലാം അങ്ങ് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ അറിയാം. നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുണ്ടാക്കിയ നല്ല സൂപ്പർ കറിവേപ്പിലയാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് പറ്റുമെങ്കിൽ നമ്മളൊരു കുഞ്ഞു കറിവേപ്പിൻ തൈയൊക്കെ മേടിച്ചിട്ടേ നട്ട് വെച്ച് അതിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശുദ്ധമായ കറിവേപ്പില കഴിക്കാമല്ലോ. ഇനി കുറച്ച് വെളുത്തുള്ളിയാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ കുറച്ച് ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് ഒരുപാട് മൂത്ത് കരിയൊന്നും വേണ്ട, ഒരു ബ്രൗണിഷ് കളർ കേട്ടോ. ഒരു ബ്രൗണിഷ് കളർ വരെ അതൊന്ന് മൂത്തൊന്ന് സെറ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ ആ ഒരു മണവും ആ ഇഞ്ചിയും കറിവേപ്പിലയും ആ കടുകും ഉലുവയും വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഈ അന്തരീക്ഷത്തിലൊക്കെ വ്യാപിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തുള്ളി ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് കണ്ണിമാങ്ങ അച്ചാറാണ് ഇടുന്നത്. അതുകൊണ്ട് ഒരുപാട് ഉപ്പിടണ്ട. ഈ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും
ഇതിനൊക്കെ ആവശ്യമുള്ളത് മാത്രം. ഒരു നുള്ളു ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഉപ്പ് ആരും ഇട്ടേക്കരുത്. കാരണം ഉപ്പിലിട്ട കണ്ണിമാങ്ങയാണ്. എനിക്ക് പണ്ട് ചെറിയൊരു അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉപ്പിലിട്ട മാങ്ങയൊക്കെ അച്ചാറിടുന്ന സമയത്ത് ഓർക്കാതെ ഞാൻ എന്ത് ചെയ്യും, അതിലോട്ടേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആരും ഇതിൽ ഇനി കൂടുതൽ ഉപ്പിടണ്ട കേട്ടോ. ഈ ഉപ്പ് മാത്രം മതി. ഉപ്പിലിട്ട കണ്ണിമാങ്ങ ആയതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ഇപ്പം നന്നായിട്ട് ഇതേ മൂത്തൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഒരുപാട് അങ്ങോട്ട് ബ്രൗണിഷ് കളർ ഒന്നും ആവണ്ട, കരിയൊന്നും വേണ്ട. ഒരുവിധം നന്നായിട്ട് ഒന്ന് മൂത്തൊന്ന് സെറ്റായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു മൂപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മൂത്ത് വന്നോട്ടെ. നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് മൂത്ത് കിട്ടട്ടെ. കുറച്ചൊരു ഗോൾഡൻ കളറിലോട്ട് വന്നോട്ടെ. ആ വെളുത്തുള്ളിയൊക്കെ കുറച്ച് ഇങ്ങനെ വെളുത്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഒരു ഗോൾഡൻ കളറിലോട്ടേക്ക് വന്നോട്ടെ കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടി അങ്ങോട്ട് മൂത്തോട്ടെ. ഇനിയിപ്പം നമ്മുടെ ഫ്ലെയിം വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. ഒരുവിധമൊക്കെ മൂത്ത് വന്നല്ലോ. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കരിയാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മുളക് പൊടിയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. അളവ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവ് കിട്ടാനാണ് ഞാൻ ആ സ്പൂണ് ചട്ടിയിലോട്ടേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി ആ പൊടിയെല്ലാം കൂടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉലുവയും കടുകൊക്കെ ഇട്ട് അതിലോട്ടേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞ് പിടിക്കും. അപ്പം ഫ്ലെയിമിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, മറക്കരുതേ. നമ്മൾ ലോ ഫ്ലെയിമിലിടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ നമ്മൾ പുഴുങ്ങി ഉണങ്ങി പൊടിച്ച നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ ആ കളറും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കളറുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പം ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഞാനിതിൽ ഒഴിച്ചിട്ടില്ല. നമ്മുടെ ആ പൊടിയൊന്ന് മൂത്ത് കിട്ടുന്നതിനുള്ള വെളിച്ചെണ്ണ മാത്രം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എണ്ണയ്ക്കൊക്കെ തീ പിടിച്ച് വിലയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് കൺട്രോൾ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലിരുന്നിട്ട് ആ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ആ മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അന്തരീക്ഷത്തിൽ നല്ലൊരു മണമൊക്കെ വരും. നമുക്ക് ഈ കണ്ണിമാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ണിമാങ്ങ കുറേശ്ശെ ആയിട്ട് ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം അലുത്തിട്ടൊക്കെ ഉണ്ട് നമ്മുടെ കണ്ണിമാങ്ങ. അതുകൊണ്ടാണ് കീറി അരിഞ്ഞിടാത്തത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം അലുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അരപ്പൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ അരപ്പ് എരിവും പുളിയും ഒക്കെ ഇതിലോട്ട് പിടിച്ചോളും. ഇപ്പം നമ്മൾ കീറി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കൂട്ടി ഒന്ന് യോജിപ്പിച്ച് അതിലൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് കൂട്ടി ഒന്ന് പൊത്തി വയ്ക്കാം. എന്നിട്ടൊരു കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം നമുക്കതൊന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കതൊന്നങ്ങനെ അടച്ച് വയ്ക്കാം. നമ്മൾ ആ കണ്ണിമാങ്ങ എടുത്ത ആ പാത്രം തന്നെ വെച്ചിട്ടാണ് നമ്മൾ അടച്ച് വയ്ക്കുന്നത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. നമ്മുടെ ഫ്ലെയിം ഇരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചേക്കാം ഒരു 2-3 മിനിറ്റ്. അതങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ചെറിയ രീതിക്ക് ഒരു ആവിയൊക്കെ അതിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അച്ചാറിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ അരപ്പൊക്കെ സ്പൂണിൽ കുറച്ചുണ്ട്. അപ്പം നമുക്ക് അതിലോട്ടേക്ക് എന്ത് ചെയ്യാം, കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പുള്ള നമ്മുടെ ആ സ്പൂണിലോട്ടേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി. കാരണം നമ്മൾ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ആ പുളിയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളത് അതിന് ഉപ്പായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ഒരു പുളിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ വിനാഗിരി അതിലോട്ട് ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നേരം അതൊന്ന് പിടിച്ചോട്ടെ കേട്ടോ. ഒരു
1-2 മിനിറ്റ് ആ വിനാഗിരിയൊക്കെ അതിലോട്ടേക്ക് ഒന്ന് സെറ്റായിട്ട് ഒന്ന് പിടിച്ചോട്ടെ. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വിനാഗിരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ആവശ്യത്തിന് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ കണ്ണിമാങ്ങയിലോട്ടൊക്കെ ആ നല്ല കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ ഇഞ്ചി വെളുത്തുള്ളി കടുക് ഉലുവ എല്ലാത്തിൻ്റെയും ആ വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ വരുമ്പോൾ തന്നെ നമുക്ക് അച്ചാർ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ. നല്ല ടേസ്റ്റുള്ള നല്ല കണ്ണിമാങ്ങ അച്ചാറായിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒരു വെള്ളം കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കുന്നില്ല, ഒരു കുഴമ്പ് പരുവത്തിന് മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു വെള്ളം കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മാങ്ങ നമ്മൾ അരിയാത്തത് കൊണ്ട് ചെറുതായിട്ട് ആ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചാറിലോട്ടേക്ക് ആ മാങ്ങയുടെ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നല്ലൊരു ടേസ്റ്റിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അധികം അലുക്കാത്തത് അങ്ങനെ കിടക്കുകയും ചെയ്യും. ഒരുവിധം അലുത്തതൊക്കെ നന്നായിട്ട് നമ്മുടെ ചാറിലേക്ക് ഒന്ന് യോജിച്ച് ചേരുകയും ചെയ്യും. അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു മണമൊക്കെ വരും കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിൽ അരപ്പും കാര്യങ്ങളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അലുക്കാത്തത് അങ്ങനെ കിടക്കുകയും ചെയ്യും. അലുത്തതൊക്കെ നല്ല സെറ്റായിട്ട് അതിലോട്ടേക്കൊന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ അച്ചാറിന്. ഇപ്പം നല്ല സൂപ്പർ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു പിടി ചോറിൻ്റെ കൂടെ നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടെ ഈ കണ്ണിമാങ്ങ അച്ചാറും ഒരു സാമ്പാറും ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ആരും നമ്മുടെ ഈ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ പോയിട്ട് നമ്മുടെ ഈ കണ്ണിമാങ്ങ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കണ്ണിമാങ്ങ അച്ചാർ. നല്ല കുത്തിരിയോ അല്ലെങ്കിൽ ചേരിയാണെങ്കിലും മതി. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ചോറിൻ്റെ കൂടെയും കുറച്ച് ഒരു സാമ്പാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറി ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ.